CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം. ഭരണപക്ഷ കൌൺസിലർമാർ പ്ലക്കാർഡുകളായാണ് യോഗത്തിനെത്തിയത്. UDF കൌൺസിലർമാർ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ BJPയുടെ ഏകാംഗം എതിർത്ത് സംസാരിച്ചു. പെരിന്തൽമണ്ണ പുത്തനങ്ങാടിയിൽ വാടക വീട്ടിൽ നിന്ന് 14 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രധാന പ്രതിയെ പെരിന്തൽമണ്ണ പോലീസും ഡാൻസ് ഓഫും ചേർന്ന് പിടികൂടി. കേസിൽ ഒളിവിലായിരുന്ന സക്കീറിനെ നിലമ്പൂരിലെ ഒളിത്താവളത്തിൽ നിന്നാണ് അന്വേഷണ സംഘം വലയിലാക്കിയത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് പ്രധാനപ്പെട്ട പദ്ധതികൾ അടിയന്തരമായി പൂർത്തിയാക്കുമെന്ന് പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. പാലക്കാട് മെഡിക്കൽ കോളേജ് കോങ്ങാട് KSRTC പ്രിയദർശിനി സർവീസിന് കോങ്ങാട് ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ണാർക്കാട് നഗരസഭയിൽ മുൻ ചെയർമാന് പ്രത്യേക മുറി അനുവദിക്കാൻ നീക്കം നടന്നെന്ന ആരോപണത്തിൽ ഭരണസമിതിയെ പ്രതിരോധത്തിലാക്കി CPIM. മുൻ ചെയർമാന്റെ വാദങ്ങൾ തള്ളുന്ന കൌൺസിൽ അജണ്ടയുടെ പകർപ്പ് CPIM പുറത്തുവിട്ടു. ചെർപ്പുളശ്ശേരി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം. ഭരണപക്ഷ കൌൺസിലർമാർ പ്ലക്കാർഡുകളുമായാണ് യോഗത്തിനെത്തിയത്. UDF കൌൺസിലർമാർ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ BJPയുടെ ഏകാംഗം എതിർത്ത് സംസാരിച്ചു. യോഗം ആരംഭിക്കുന്നതിനു മുൻപ് ഇടതുപക്ഷ കൌൺസിലർമാർ സമരത്തെ പിന്തുണച്ചുള്ള പ്ലക്കാർഡുകൾ ഉയർത്തി. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ചുള്ള ഐക്യദാർഢ്യത്തിൽ എല്ലാ കൌൺസിലർമാരും പങ്കെടുക്കണമെന്ന് വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ യോഗത്തിൽ അഭ്യർത്ഥിച്ചു. ഇതിനെ പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് പിന്തുണച്ചു. അവിടെ നമ്മൾ ഒരുമിച്ചാണ് സമരം ചെയ്യുന്നത്, ഞങ്ങളോടുകൂടി അത് പറയേണ്ടതായിരുന്നു എന്നുള്ള ഒരഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ഇത് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമാണ്. വളർന്നു വരുന്ന യുവതി യുവാക്കളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ആയിട്ടുള്ള കോടിക്കണക്കായ യുവതി യുവാക്കളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും വേദനയിലും പ്രയാസത്തിലും ഈ കൗൺസിലിലെ ജനപ്രതിനിധികളോടൊപ്പം ഞങ്ങൾ പങ്കുചേരുകയാണ്. എന്നാൽ കലാപാന്തരീക്ഷത്തിൽ നടക്കുന്ന സമരത്തോട് ഐക്യപ്പെടാൻ സാധിക്കില്ലെന്നും ഇക്കാര്യത്തിൽ നഗരസഭയിൽ നടക്കുന്നത് നാടകമാണെന്നും ഇതിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതായി BJP കൌൺസിലർ P ജയൻ പറഞ്ഞു. ഒരു നാടകം എന്നുള്ള നിലയ്ക്ക് ഇവിടെ നടത്തുന്ന ഈ കലാപാന്തരീക്ഷത്തിൽ ഡൽഹിയിൽ നടത്തുന്ന ഇത്തരം സമരങ്ങളോട് ഒരു തരത്തിലും ഐക്യപ്പെടാനാവില്ല. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്ന, ഈ രാജ്യത്തിന്റെ വിഘടിത ശക്തികൾക്ക് വേണ്ടി കൂട്ടുനിന്ന് പ്രവർത്തിക്കുന്ന അത്തരത്തിൽ തികച്ചും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഈ സമരത്തെ ഒരു തരത്തിലും പിന്തുണയ്ക്കാൻ ഈ നഗരസഭയുടെ കൗൺസിൽ തയ്യാറാവരുതെന്ന് വളരെ സ്നേഹപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സാധാരണയായി കൌൺസിൽ യോഗം ചേരുന്നതിനു മുൻപ് അടുത്തിടെ അന്തരിച്ചവർക്ക് അനുശോചനം അറിയിക്കാറുണ്ടെന്നും ഈ അഭ്യാസങ്ങൾക്കു പകരം അതാണ് വേണ്ടതെന്നും P ജയൻ പറഞ്ഞതോടെ തർക്കമായി. തുടർന്ന് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് യോഗം അനുശോചനം അറിയിച്ചു. മരിക്കാത്ത ആളുകൾക്ക് അനുശോചനം രേഖപ്പെടുത്തരുത്. അഭ്യാസം നേരത്തെ പറഞ്ഞ നമ്മുടെ നീറ്റ് പരീക്ഷയോട് ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി കുട്ടികൾ ആത്മഹത്യ ചെയ്ത അവരുടെയും യോഗത്തിൽ ഈ കൗൺസിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തും. CCN ചെർപ്പുളശ്ശേരി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് SFI മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞു.
മിസ്റ്റർ നരേന്ദ്ര മോദി, നാട് ഭരിക്കാനറിയില്ലെങ്കിൽ നാട് ഭരിക്കാൻ പോയിക്കൂടെ, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ്, SFI സിന്ദാബാദ്. സമരം ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീരാജ് വെള്ളപ്പാടം ഉദ്ഘാടനം ചെയ്തു. സമരം കണ്ടില്ലെന്ന് നടിക്കുന്നവരെ ഈ സമരം ആളിപ്പടരുമെന്ന് ശ്രീരാജ് വെള്ളപ്പാടം പറഞ്ഞു. ഈ ഡൽഹിയിലെ തെരുവോരങ്ങളിൽ ഇപ്പൊ വലിയ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമരത്തെ ഒക്കെ തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും വിളിക്കുന്ന പാണ്ടി കരിമ്പാറ മക്കളോട് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞുതരാം. എന്ത്? ഇനി മേലാൽ ഈ രാജ്യത്തിന്റെ സമര കേന്ദ്രങ്ങളിൽ സമരമായി നിൽക്കുന്ന മനുഷ്യരെ നോക്കി ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദികൾ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദികളായിട്ടുള്ള സംഘപരിവാർ പറയണം അവര് തീവ്രവാദിയാണ്. ഇന്നലെ ഞാനൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടു. അതാണ് എനിക്ക് പറയാനുള്ളത്. തീവ്രവാദി നിങ്ങളെ തന്ത, ഭീകരവാദി നിങ്ങളെ ബാക്കിയുള്ള തന്തമാർ എന്ന് ഒരു സിനിമയിൽ ശ്രീനിവാസന്റെ ഡയലോഗ് ഉണ്ട്. അതാണ് സംഘപരിവാറുകാരനോട് പറയാനുള്ളത്. ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കുന്നവരോട്, ഭീകരവാദികളാക്കി ചിത്രീകരിക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു, തീവ്രവാദികളൊക്കെ നിങ്ങളെ വാപ്പാരായിരിക്കും. കാരണം എന്താ അറിയോ? ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് കീഴടക്കി ഇവിടെ ഭരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പാദസേവ ചെയ്ത് അന്ന് ഈ രാജ്യത്തിന് വിരുദ്ധമായി രാജ്യവിരുദ്ധരായി പ്രവർത്തിച്ചവരാണ് നിങ്ങൾ പണ്ടും രാജ്യവിരുദ്ധരാണ്, ഇപ്പോഴും ഈ രാജ്യത്തിനെതിരാണ്. രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ അധികാരം ചില സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ ഭീകരവാദികളല്ലാതിരിക്കില്ല, നിങ്ങൾ ഭീകരവാദികളാകാതിരിക്കില്ല, നിങ്ങൾ തീവ്രവാദികളാകാതിരിക്കില്ല. ഈ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന സമരങ്ങളെ ഒറ്റുകൊടുക്കുന്നവർ, ഈ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന സമരങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു, ഈ സമരം ആളിപ്പടരും. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ, വലിയ രൂപത്തിൽ മുന്നോട്ട് പോയി 56 ഇഞ്ച് നെഞ്ചളവുള്ള ആളൊക്കെ ഇന്നലെ ലൈവ് വരികയാണ്. എന്താ ഗതികേട് കൊണ്ടാണ്? CCN മണ്ണാർക്കാട്. ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച SFI മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ SFI കേന്ദ്ര കമ്മിറ്റി അംഗം P. താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യതലസ്ഥാനത്തെ പോരാളികൾക്ക് മലപ്പുറത്തിന്റെ ഐക്യദാർഢ്യം എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിച്ച മാർച്ചിൽ വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. രാജ്യത്ത് പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുകയും വിദ്യാർത്ഥികളുടെ ജനാധിപത്യ അവകാശങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്നുവരേണ്ടതുണ്ടെന്ന് ഉദ്ഘാടനം നിർവഹിച്ച P. താജുദ്ദീൻ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എത്ര തന്നെ കഴിവുണ്ടായി കഴിഞ്ഞാലും, എത്ര തന്നെ മാർക്കുകൾ പരീക്ഷയിൽ വാങ്ങിക്കഴിഞ്ഞാലും അവർ ഉദ്ദേശിക്കുന്ന വിദ്യാലയങ്ങളിൽ പഠിക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം മാറി. നിങ്ങൾ ഏത് രാജ്യത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്? ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ്, ജനാധിപത്യ റിപ്പബ്ലിക്കാണ് എന്നെല്ലാം നമുക്ക് മുൻപേ നടന്നുപോയ തലമുറ പറഞ്ഞു പഠിപ്പിച്ച ഈ രാജ്യത്ത് 2014 ശേഷം അധികാരത്തിൽ വന്ന BJP ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയാണ് ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത RSSനെ കുറിച്ചല്ല. ചടങ്ങിൽ SFI മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സുജിൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം സ്നേഹ അധ്യക്ഷത വഹിച്ചു. CCN മലപ്പുറം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി.
ശ്രീകൃഷ്ണപുരം ടൗണിൽ നടന്ന പ്രതിഷേധ സംഗമം CPIM ഏരിയ കമ്മിറ്റി അംഗം CN ഷാജു ശങ്കർ ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി. വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ അപകടത്തിലായി. ആ അപകടത്തിലായ ഭാവിയെക്കുറിച്ച് കേന്ദ്രത്തിലെ ഗവൺമെന്റിന് യാതൊരുവിധ ഉത്കണ്ഠയുമില്ല. ഈ ചോദ്യപേപ്പർ ചോർന്നതിനെ കുറിച്ചുള്ള അന്വേഷണമില്ല. അതിലെ കുറ്റക്കാർക്ക് നടപടിയില്ല. അതിന് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇപ്പോഴും ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായി തുടരുകയാണ്. അപ്പോ ഈ കുറ്റക്കാരായ ആളുകളെ ശിക്ഷിക്കണമെന്നും അതുപോലെ തന്നെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തത്തിൽ ഇരിക്കാൻ, ഈ ചുമതലയിൽ ഇരിക്കാൻ ഒരിക്കലും അർഹനല്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പ്രക്ഷോഭം ആരംഭിച്ചത്. പ്രശസ്തനായ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്ക് അദ്ദേഹം നിരാഹാര സമരം അവിടെ ഇരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ യുവാക്കളൊക്കെ തന്നെ പ്രതിഷേധവുമായി വന്നപ്പോൾ പുതുതായി രൂപം കൊണ്ട ഒരു CJP എന്ന് പറയുന്ന DYFI ബ്ലോക്ക് ട്രഷറർ ബിനേഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി ഗോപകുമാർ സംസാരിച്ചു. നീറ്റ് അഴിമതിയിൽ സമഗ്ര അന്വേഷണം നടത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഉടൻ രാജിവെക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. CCN കടമ്പഴിപ്പുറം. ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് പ്രധാനപ്പെട്ട പദ്ധതികൾ അടിയന്തരമായി പൂർത്തിയാക്കുമെന്ന് പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. പാലക്കാട് മെഡിക്കൽ കോളേജ് കോങ്ങാട് KSRTC പ്രിയദർശിനി സർവീസിന് കോങ്ങാട് ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ ഒരു ബസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതല്ല, പക്ഷേ അതത് സമയങ്ങളിൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട പാലക്കാടിന്റെ പ്രിയങ്കരനായിട്ടുള്ള MP-യും നിരന്തരമായിട്ട് ഇതിനു വേണ്ടിയിട്ട് വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എല്ലാവരും കൂട്ടായിട്ട് പരിശ്രമിച്ചാൽ സർക്കാരിന്റെ ഒരു നയം ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക എന്നുള്ളതാണ്. നമ്മൾ മെയ് 18-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറിയ UDF സർക്കാരിന്റെ പൊതുവായിട്ടുള്ള നയം. എന്തൊക്കെ കാര്യങ്ങൾ അടിയന്തരമായിട്ടും സമയബന്ധിതമായിട്ടും പൂർത്തീകരിക്കാൻ കഴിയുമോ അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് അതിൽ പൂർത്തീകരിക്കപ്പെട്ട ഒന്നാണ്. ഇനി 100 ദിന കർമ്മ പരിപാടി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലും നമ്മൾ കൃത്യമായിട്ട് അത് സമയബന്ധിതമായിട്ട് 99ാമത്തെ ദിവസത്തിന് മുൻപേ പൂർത്തീകരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 100ാമത്തെ ദിവസത്തിന് കാത്തു നിൽക്കാതെ. അപ്പൊ അത് ഏകദേശം ഒരു 550ഓളം പദ്ധതികൾ നമ്മൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പല വിധങ്ങളായിട്ടുള്ള പദ്ധതികളുണ്ട്. പെന്റെ കീഴിലുള്ള 3 വകുപ്പുകളിലും വളരെ മാതൃകാപരമായിട്ടുള്ള പദ്ധതികൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച 100 ദിന കർമ്മ പദ്ധതികൾക്ക് അതീവ പ്രാധാന്യം നൽകി സമയബന്ധിതമായാണ് നടപ്പിലാക്കുന്നത്. പ്രിയദർശിനി ബസ് സർവീസ് ആവശ്യപ്പെട്ടിട്ടുള്ള കാഞ്ഞിരപ്പുഴ തച്ചമ്പാറ റൂട്ടുകളിലേക്ക് കൂടി ഉടൻ ലഭ്യമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ശങ്കർ അധ്യക്ഷത വഹിച്ചു. ജോഷി, PS ശശികുമാർ, റിയാസ് നാലകത്ത്, മഹേഷ്, രവി, CN ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. ഇന്ത്യ-US സ്വതന്ത്ര വ്യാപാര കരാർ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി ചന്തപുരയിൽ പ്രതിഷേധ പ്രകടനവും ട്രംപിന്റെയും മോദിയുടെയും കോലം കത്തിക്കലും സംഘടിപ്പിച്ചു. പ്രതിഷേധ സംഗമം CPIM ഏരിയ സെക്രട്ടറി K ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, ഫെബ്രുവരി മാസത്തില് ഈ കരാറിന്റെ കരട് കരാർ ഒപ്പുവെച്ച സമയത്ത് മലയാള മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള പത്രങ്ങൾ, ഏഷ്യാനെറ്റ് പോലെയുള്ള മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചു. എന്താ കൊട്ടിഘോഷിച്ചത്? ഇന്ത്യൻ വിജയം, നയതന്ത്ര വിജയം 50% നിന്ന് 18 കുറച്ചു. നമ്മുടെ നാട്ടിലെ RSSകാരെല്ലാം പ്രചരിപ്പിച്ചു. എന്താ വസ്തുത? ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് 2.5%-നും 3.5%-നും ഇടയിലാണ്. അതാണ് 50 അത് 18. അപ്പോഴോ കുറയ്ക്കുക ചെയ്തത്. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് CN ഷാജു ശങ്കർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് P സുബ്രഹ്മണ്യൻ, ഏരിയ സെക്രട്ടറി B രാജേഷ്, നേതാക്കളായ P അരവിന്ദാക്ഷൻ, K ശ്രീധരൻ, R രമേശ് ബാബു എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആര്യമ്പാവിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. ആംബുലൻസിലുണ്ടായിരുന്ന മണ്ണാർക്കാട് ചങ്ങലേരി കൂലിയാട്ടിൽ ജയചന്ദ്രൻ, കാർ ഓടിച്ചിരുന്ന കോട്ടോപ്പാടം പുതുവൻചോല സ്വദേശി ഹിന എന്നിവർക്കാണ് പരിക്കേറ്റത്.
പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് മണ്ണാർക്കാട്ടേക്ക് വരികയായിരുന്ന ആംബുലൻസും എതിരെ വന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. തലയ്ക്കു പരിക്കേറ്റ ജയചന്ദ്രനെയും പരിക്കേറ്റ ഹിനയെയും വട്ടമ്പലത്തെ മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുൻപുണ്ടായ മറ്റൊരു അപകടത്തിൽ പരിക്കേറ്റ യദുകൃഷ്ണൻ എന്നയാളെ പെരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിൽ കാണിച്ച് തിരികെ മണ്ണാർക്കാട്ടേക്ക് മടങ്ങുന്നതിനിടെയാണ് ആംബുലൻസ് അപകടത്തിൽപ്പെട്ടത്. CCN ചെത്തല്ലൂർ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കലത്താണിയിൽ കാർ വൈദ്യുത തൂണിലിടിച്ച് അപകടം. മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് അരക്കുപറമ്പിലേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പോസ്റ്റിൽ ഇടിച്ച ശേഷം കാർ സമീപത്തുണ്ടായിരുന്ന മറ്റൊരു വാഹനത്തിലും ഇടിച്ചു. അരക്കുപറമ്പ് സ്വദേശി ബാബുവാണ് കാർ ഓടിച്ചിരുന്നത്. യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടിയുടെ ശക്തമായ ആഘാതത്തിൽ വൈദ്യുത തൂൺ തകരുകയും ലൈനുകൾ പൂർണ്ണമായും റോഡിലേക്ക് വീഴുകയും ചെയ്തു. ഉടൻ തന്നെ ലൈനുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സംഭവമറിഞ്ഞ് KSEB ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. CCN ചെത്തല്ലൂർ. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പാലാരി തത്രമണ പ്രദേശത്ത് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. പ്രദേശത്തെ വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഒച്ചുകൾ വ്യാപകമായി പടരുന്നതിൽ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. DYFI പാലാരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ സ്ഥലം സന്ദർശിക്കുകയും അടിയന്തരമായി പരിഹരിക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിക്കുന്നതിന് DYFI ഇടപെടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൂടാതെ DYFI പാലാരി യൂണിറ്റ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ഒച്ചുകളെ നശിപ്പിക്കുകയും അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. വരും ദിവസങ്ങളിലും പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് നഗരസഭയിൽ മുൻ ചെയർമാന് പ്രത്യേക മുറി അനുവദിക്കാൻ നീക്കം നടന്നെന്ന ആരോപണത്തിൽ ഭരണസമിതിയെ പ്രതിരോധത്തിലാക്കി CPIM. മുൻ ചെയർമാന്റെ വാദങ്ങൾ തള്ളുന്ന കൗൺസിൽ അജണ്ടയുടെ പകർപ്പ് CPIM പുറത്തുവിട്ടു. ഞങ്ങളൊരു കാര്യവും വസ്തുതയില്ലാതെ പറയില്ല. വസ്തുത ഇല്ലാത്ത ഒരു കാര്യങ്ങളും ഞങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഞങ്ങൾ പറയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. വസ്തുത എന്ന് പറയുന്നത് ഞങ്ങൾ വൈറ്റ് പേപ്പറിൽ എഴുതി കൊടുത്തതല്ല. ഇതാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിൽ നോട്ടീസ്. ചെയർപേഴ്സൺ ഒപ്പിട്ട കൗൺസിൽ നോട്ടീസ് 28 അജണ്ട ഏപ്രിൽ മാസം 28-ാം തീയതിയാണ് കൗൺസിൽ തീരുമാനിച്ചത്. ആ കൗൺസിൽ 9ാമത്തെ അജണ്ടയാണ്. ഈ 9ാമത്തെ അജണ്ടയാണ് മുൻ ചെയർമാന് സ്വന്തമായി റൂം വേണം. അതിലെ വാചകം കൃത്യമാണ്. അതിലെ വാചകം മണ്ണാർക്കാട് നഗരസഭയിലെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനും മുൻ നഗരസഭാ ചെയർമാനുമായ C. മുഹമ്മദ് ബഷീർ അവർക്ക് ഓഫീസായി ഉപയോഗിക്കുന്നതിലേക്ക് നിലവിലെ റൂമിന്റെ സൗകര്യം അപര്യാപ്തമായതിനാൽ നിലവിൽ സെക്രട്ടറിയുടെ റൂമിന്റെ അപ്പുറത്തുള്ള മുറി ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ട നടപടി അടിയന്തരമായി, അതിലൊരു അടിയന്തരം ഉണ്ട്, അടിയന്തരമായി ചെയ്തു നൽകണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ നഗരസഭാ ചെയർപേഴ്സന്റെ കത്ത് കൗൺസിലിൽ. അപ്പൊ ഞങ്ങൾ പറഞ്ഞതാണോ ശരി? മുൻ ചെയർമാൻ പറഞ്ഞതാണോ ശരി? ഈ ചെയർമാൻ എന്താ ഇത്ര പ്രത്യേകത? അവിടെ 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ടത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിക്കുന്നത്. അതിനെല്ലാം മറികടന്നുകൊണ്ട് ക്ഷേമകാര്യ ചെയർമാൻ, മുൻ ചെയർമാൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് നല്ല AC റൂമൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ? എന്നിട്ട് ഇതിന് പറഞ്ഞത് എന്താണ്? ഇന്നലെ ഞങ്ങൾ അങ്ങനെ ഒരു അജണ്ട കൊണ്ടുവന്നിട്ടേ ഇല്ല, നമുക്കറിയ പോലുമില്ല. മാധ്യമ പ്രവർത്തകരായ എങ്ങൾക്കറിയുമെന്നാണ് ചോദിച്ചത്. ഇയാൾക്ക് എന്താ 2 കൊമ്പുണ്ട് അവിടെ റൂമിട്ട് കൊടുക്കാൻ? ശുദ്ധ തമ്മാടത്തിലും എന്തും ചെയ്യാം, ഇതിന് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ധാരണയോട് കൂടിയാണ് പോകുന്നത്. ഇയാളുടെ നേതൃത്വത്തിലല്ലേ ഇന്നലെ വലിയ തോതിലുള്ള അക്രമം അവിടെ അഴിച്ചുവിട്ടത്? എങ്ങനെയാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ മുൻ സെക്രട്ടറി പറഞ്ഞത് ഇവിടെ വലിയ തോതിലുള്ള അഴിമതി നടന്നിട്ടുണ്ട്, അതിന് മറുപടി കൊടുക്കാൻ മാത്രമേ എനിക്ക് സമയമുള്ളൂ, വിജിലൻസ് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്, വിജിലൻസ് ഇപ്പോഴും ഉണ്ട് എന്നാണ്. 10 വർഷം മുമ്പ് 10 വർഷം ഞാൻ കൗൺസിലറായിരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് അഴിമതിയാണ്, ഇത് ചെയ്യരുത് എന്ന് പലതവണ പറഞ്ഞപ്പോഴും ഞങ്ങളോട് പറയുന്ന മറുപടി നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താം.
മുൻ ചെയർമാനായി പ്രത്യേക മുറി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന വാദങ്ങളെ തള്ളി ഇതിലുള്ള തെളിവുകളാണ് CPIM വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടത്. മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കില്ലാത്ത എന്തു പ്രത്യേകതയാണ് മുൻ ചെയർമാനുള്ളതെന്ന് ചോദ്യമുന്നയിച്ച CPM നഗരസഭാ ചെയർപേഴ്സൺ വെറുമൊരു ഡമ്മിയാണെന്നും ആരോപിച്ചു. ചെയർപേഴ്സൺ ഇപ്പൊ എന്താന്ന് വെച്ചാൽ യാത്ര, ഒരു സെൽഫി, ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി ഒരു ഫോട്ടോ എടുത്തിട്ടും വണ്ടിയുടെ മുന്നിൽ കൂടി നടക്കുക എന്നല്ലാതെ നാട്ടിൽ ഡെങ്കിപ്പനി ഉണ്ടോ, നാട്ടിൽ എന്തെങ്കിലും വികസനം നടക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരാൾക്കാരും ഇതില്ല. കാരണം രാത്രി ഉറങ്ങി രാവിലെ എണീച്ചോടുകൂടെ ഞാൻ ചെയർപേഴ്സണായി എന്നുള്ള സന്തോഷത്തോടുകൂടി നടക്കുകയാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ വെച്ച ഒരു പദ്ധതികളും ഇതുവരെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി നടന്നിട്ടില്ല. 2025-26 സാമ്പത്തിക വർഷത്തിൽ വെച്ചതാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങൾ യാത്ര ചെയ്യുന്ന ആളുകളാണ്. ഏറ്റവും മോശമായി കിടക്കുന്നത് നാരങ്ങപ്പറ്റ മുക്കണ റോഡാണ്. അന്ന് ഫണ്ട് അവിടെ നമ്മൾ വെച്ച് ഇന്ന് വരെ അതിന്റെ ഒരു നടപടിക്രമങ്ങളും പൂർത്തീകരിക്കില്ല. അതിന്റെ തന്നെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ പൊതുവായിട്ട് നടക്കുന്നത് എന്ത് പ്രതീക്ഷയാണ് ഈ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ആളുകൾക്ക്? ചെയർപേഴ്സൺ വെറും ഒരു ഡെമ്മിയായിരിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നെ അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കാതിരിക്കാൻ തരുന്നൊരു കാര്യമില്ല. ചെയർപേഴ്സന്റെ ഭർത്താവ് ഒരു എഞ്ചിനീയറാണ്. നിങ്ങളേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാനത് മുമ്പ് ഇക്കാര്യത്തിലൊന്ന് ഇടപെടണമെന്ന് കരുതിയത്. അപ്പൊ പത്രസമ്മേളനം വിളിച്ചപ്പോൾ നമ്മൾ പറയാതിരിക്കാൻ കഴിയും. അവിടെ നടക്കുന്നില്ല എന്നുള്ളത് പറയുന്നത് ചിലപ്പോൾ തെറ്റാവും. കാരണം ചെയർപേഴ്സന്റെ ഭർത്താവ് ഒരു എഞ്ചിനീയറാണ്. അവർ കൊടുക്കുന്ന ഫയലുകൾ മാത്രം LST ഇടപെടുന്നു, നേരെ ഫയലുകൾ പോകുന്നു. അപ്പൊ മണ്ണാർക്കാട്ടെ ബാക്കിയുള്ള എഞ്ചിനീയർമാർക്കും ബാക്കിയുള്ള ആളുകൾക്കും പാവപ്പെട്ട മനുഷ്യർക്കൊന്നും ഈ ഫയലുകൾ നീക്കണ്ടേ? ആ ഒരു കാര്യം കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. നിങ്ങൾ എപ്പോ പോയി നോക്കിക്കൊള്ളു. അജണ്ട പുറത്തു വന്നതോടെ UDFിലും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിനിടയിലും കടുത്ത എതിർപ്പുയർന്നു. ഇതോടെ ചെയർപേഴ്സൺ സ്ഥലത്തില്ലെന്ന കാരണം പറഞ്ഞ് കൗൺസിൽ യോഗം മാറ്റിവെക്കുകയായിരുന്നു. പിന്നീട് ചേർന്ന യോഗത്തിൽ നിന്ന് ഈ അജണ്ട ഒഴിവാക്കുകയാണുണ്ടായത്. വിഷയം ചോദ്യം ചെയ്തവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും ലോക്കൽ സെക്രട്ടറി K മൻസൂർ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ CPM ലോക്കൽ സെക്രട്ടറിക്കൊപ്പം പ്രതിപക്ഷ കൗൺസിലർമാരും പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. മലബാർ കലാപം നിലപാടുകളും വസ്തുതകളും എന്ന വിഷയത്തിൽ ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് സെമിനാർ നടത്തും. ഞായറാഴ്ച കുമരംപുത്തൂരിലാണ് സെമിനാർ. ലീഗ് അനുകൂല സംഘടനാ സംസ്ഥാന നേതാവും സെമിനാറിൽ പങ്കെടുക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. P. ജയരാജന്റെ സനാതനങ്ങളുടെ ഹിന്ദുത്വ വഴികൾ എന്ന ഒരു പുസ്തക ചർച്ചയുടെ ഭാഗമായി അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ പ്രസംഗം, പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗത്തിനിടയിൽ അദ്ദേഹം മണ്ണാർക്കാടുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു പരാമർശമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 1921 മലബാർ കലാപവും മണ്ണാർക്കാടും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ മണ്ണാർക്കാട്ടിലെ 2 പ്രബല കുടുംബങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ കുറിച്ചാണ്. അതിലൊന്ന് മണ്ണാർക്കാട്ടത്തെ ഒരു പ്രബല കുടുംബമായ മൂപ്പിൽ നായരുടെ കുടുംബം. ഈ മൂപ്പിൽ നായരുടെ അനിയൻ നായർ എന്ന് പറയുന്ന ആള് മലബാർ കലാപത്തിൽ പ്രക്ഷോഭകാരികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്, അഥവാ ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത്. അതേസമയം ഇവിടുത്തെ കല്ലടി ഉണ്ണിക്കണ്ണു സാഹിബ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം, അഥവാ കലാപകാരികൾക്കെതിരായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത് എന്ന ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി. അദ്ദേഹം മണ്ണാർക്കാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പറയണ്ടേന്ന് പറഞ്ഞിട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. സത്യത്തിൽ ആ പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസ്താവനയൊന്നുമല്ല. പുസ്തകം 100% പുസ്തകം പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കുറിച്ചും RSSന്റെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെയാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. പക്ഷെ അദ്ദേഹം മണ്ണാർക്കാട് വന്ന് സംസാരിച്ചപ്പോൾ മണ്ണാർക്കാടുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയാണ്. പക്ഷെ ആ പ്രസ്താവനയ്ക്ക് ശേഷം മണ്ണാർക്കാടിന്റെ പൊതുസമൂഹത്തിനിടയിൽ അദ്ദേഹം നടത്തിയ പരാമർശം വലിയ ചർച്ചയ്ക്ക് വിധേയമായി. അഥവാ അദ്ദേഹം പറഞ്ഞ പരാമർശം വസ്തുതാ വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞതൊന്നും ശരിയല്ല എന്നുള്ള നിലയ്ക്ക് ചില ആളുകൾ സംസാരിച്ചു. അതേസമയം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമാണ്, അത് ചരിത്രരേഖകൾ പ്രകാരം ശരിയാണ് എന്നുള്ള രീതിയിലും ഒരു സംസാരമുണ്ട്. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം അത്തരം ചർച്ചകൾ ഡിവൈഎഫ്ഐ പോസിറ്റീവായിട്ടാണ് കണ്ടത്. കാരണം നമ്മുടെ നാട്ടിൽ പുസ്തകങ്ങളെ കുറിച്ച്, ആശയങ്ങളെ കുറിച്ചൊക്കെ
ആളുകൾ വ്യത്യസ്തമാണെങ്കിൽ പോലും അഭിപ്രായങ്ങൾ പറയുകയും ചർച്ച നടത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു പുരോഗമന യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഡിവൈഎഫ്ഐ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ഒരു വളരെ അപൂർവമായിട്ടുള്ള ചില ആളുകൾ മാത്രം അതിനൊരു വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അഥവാ പി ജയരാജൻ നടത്തിയ പ്രസ്താവന കല്ലടി കുടുംബത്തിനെതിരായിട്ടാണെന്നും മുസ്ലിങ്ങൾക്കെതിരായിട്ടാണെന്നുള്ള രീതിയിൽ ഒരു വളരെ ന്യൂനപക്ഷം, അവരെ സംബന്ധിച്ച് അവർക്ക് ക്ഷീരമുള്ള ഒരു അകടിൻ ചുവട്ടിലും ചോരയല്ലോ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ അവരെ സംബന്ധിച്ച് എന്ത് കിട്ടുകയാണെങ്കിലും അത് ആ രീതിയിൽ പ്രചരിപ്പിക്കുക എന്നുള്ള അത് മാറ്റി നിർത്തിയാൽ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞത് വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ്. ഒരുപക്ഷെ അത് എല്ലാവർക്കും യോജിക്കാൻ പറ്റുന്ന അഭിപ്രായമല്ല എല്ലാവരും പറഞ്ഞതെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐ ഒരു സെമിനാറിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം ഈ സെമിനാർ നടത്തേണ്ടത് എന്നാണ് ഡിവൈഎഫ്ഐയുടെ മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മലബാർ കലാപം നിലപാടുകൾ വസ്തുതകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. CCN മണ്ണാർക്കാട്. മലപ്പുറം കോട്ടപ്പടി പനച്ചിക്കൽ റോഡിൽ നിന്ന് ചെറാട്ടുകുഴിയുമായി ബന്ധിപ്പിക്കുന്ന പൊറ്റമ്മൽ ഇടവഴി റോഡാക്കുന്നത് സംബന്ധിച്ച് സാമൂഹിക മാധ്യമം വഴി പ്രതിപക്ഷം തെറ്റായ വിവരം പങ്കുവച്ചതിൽ മലപ്പുറം നഗരസഭ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധിച്ച് നഗരസഭ UDF അംഗങ്ങൾ. നഗരസഭ ഔദ്യോഗികമായി തീരുമാനമെടുക്കുന്നതിന് മുൻപ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് പ്രതിപക്ഷം റോഡിന്റെ കാര്യത്തിൽ വസ്തുതാവിരുദ്ധമായ വിവരങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചതെന്നും ഇക്കാര്യത്തിൽ പ്രതിപക്ഷം തെറ്റുതിരുത്തണമെന്നും യോഗത്തിൽ UDF അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ഔദ്യോഗികമായി നഗരസഭ അധ്യക്ഷയും ഉപാധ്യക്ഷനും സ്ഥലം സന്ദർശിച്ച തരത്തിലാണ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ പറയുന്നത്. എന്നാൽ ഇത് തെറ്റാണെന്നും അധ്യക്ഷയോ ഉപാധ്യക്ഷനോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് ഒരു ഔദ്യോഗിക സന്ദർശനവും നടത്തിയിട്ടില്ലെന്ന് അധ്യക്ഷ അഡ്വക്കേറ്റ് വി റിനിഷയും ഉപാധ്യക്ഷൻ ജിതേഷ് ജി അനിലും വ്യക്തമാക്കി. വിഷയത്തിൽ പ്രതിപക്ഷം തെറ്റുതിരുത്തണമെന്ന് UDF അംഗങ്ങൾ ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു. CCN മലപ്പുറം. ഡൽഹിയിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്കെതിരെ ജനാധിപത്യ വിരുദ്ധ നടപടികൾ സ്വീകരിച്ച കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കേന്ദ്ര GST ആൻഡ് സെൻട്രൽ എക്സൈസ് ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഇത്തരം ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്താനുള്ള ഫാസിസ്റ്റ് ശൈലി അംഗീകരിക്കില്ലെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത യൂണിയൻ നേതാക്കൾ പറഞ്ഞു. പ്രകടനത്തിനു ശേഷം നടന്ന പ്രതിഷേധ സദസ്സിൽ KGOU ജില്ലാ പ്രസിഡന്റ് KP പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AK അഷറഫ് സ്വാഗതവും ട്രഷറർ U സഞ്ജീവ് നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. അങ്ങാടിപ്പുറത്തെ ഒരു കൂട്ടം ആനപ്രേമികളുടെ സംഘടനയായ തിരുമാതാംകുന്ന് തട്ടകം ആനപ്രേമി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന ആനയൂട്ട് ഇത്തവണയും വിപുലമായ ചടങ്ങുകളോടെ അങ്ങാടിപ്പുറം പൂരപ്പറമ്പിൽ വെച്ച് നടന്നു. ഗജവീരന്മാർക്ക് സ്നേഹാദരങ്ങളോടെ നൽകിയ ആനയൂട്ടിൽ 8ഓളം ആനകൾ പങ്കെടുത്തു. പിതൃകോവിൽ പാർത്ഥസാരഥി, ശ്രീലക്ഷ്മി സാവിത്രി, മീനാട് കേശു, കൊടുമൺ ശിവൻ, കുളമാക്കിൽ ഗണേശൻ, നന്ദിലത്ത് ഗോവിന്ദകണ്ണൻ, തോട്ടേക്കാട്ട് ലക്ഷ്മി, ചിറ്റേപ്പുറത്ത് ശ്രീകുട്ടൻ തുടങ്ങിയ ഗജവീരന്മാരും പങ്കെടുത്തു. നിരവധി ആനപ്രേമികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ പുത്തനങ്ങാടിയിൽ വാടക വീട്ടിൽ നിന്ന് 14 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രധാന പ്രതിയെ പെരിന്തൽമണ്ണ പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടി. കേസിൽ ഒളിവിലായിരുന്ന സക്കീറിനെ നിലമ്പൂരിലെ ഒളിത്താവളത്തിൽ നിന്നാണ് അന്വേഷണ സംഘം വലയിലാക്കിയത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി മലപ്പുറം ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ ജയേഷ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 1-ാം തീയതി രാത്രി നടത്തിയ പരിശോധനയിലാണ് 14 കിലോ കഞ്ചാവ് കണ്ടെടുത്തത്. പരിശോധനയ്ക്കിടെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വാഹനം ഇടിച്ചു തെറിപ്പിച്ച ശേഷം സക്കീറും സംഘവും കടന്നുകളയുകയായിരുന്നു. തുടർന്ന് വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ.
സക്കീറിന് പെരിന്തൽമണ്ണ എക്സൈസിലും ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലും മുൻപും മയക്കുമരുന്ന് കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് പെരിന്തൽമണ്ണ സബ് ജയിലിലേക്ക് അയച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പുളശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം. ഭരണപക്ഷ കൗൺസിലർമാർ പ്ലക്കാർഡുകളായാണ് യോഗത്തിനെത്തിയത്. UDF കൗൺസിലർമാർ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ BJPയുടെ ഏകാംഗം എതിർത്ത് സംസാരിച്ചു. പെരിന്തൽമണ്ണ പുത്തനങ്ങാടിയിൽ വാടക വീട്ടിൽ നിന്ന് 14 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രധാന പ്രതിയെ പെരിന്തൽമണ്ണ പോലീസും ഡാൻസ് ഓഫും ചേർന്ന് പിടികൂടി. കേസിൽ ഒളിവിലായിരുന്ന സക്കീറിനെ നിലമ്പൂരിലെ ഒളിത്താവളത്തിൽ നിന്നാണ് അന്വേഷണ സംഘം വലയിലാക്കിയത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് പ്രധാനപ്പെട്ട പദ്ധതികൾ അടിയന്തരമായി പൂർത്തിയാക്കുമെന്ന് പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. പാലക്കാട് മെഡിക്കൽ കോളേജ് കോങ്ങാട് KSRTC പ്രിയദർശിനി സർവീസിന് കോങ്ങാട് ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ണാർക്കാട് നഗരസഭയിൽ മുൻ ചെയർമാന് പ്രത്യേക മുറി അനുവദിക്കാൻ നീക്കം നടന്നെന്ന ആരോപണത്തിൽ ഭരണസമിതിയെ പ്രതിരോധത്തിലാക്കി CPIM. മുൻ ചെയർമാന്റെ വാദങ്ങൾ തള്ളുന്ന കൗൺസിൽ അജണ്ടയുടെ പകർപ്പ് CPIM പുറത്തുവിട്ടു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.